അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തേജു ഇന്നലെ സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിറ്റേന്ന് ഞാൻ ഇന്നിപ്പം ശരിക്കും നോർമലി നമ്മുടെ ക്ലാസ്സിൽ പോണ ഒരു ഡേ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇന്നോട്ടിട്ട് ഫുൾ ഡേ ഇന്നാണ് കറക്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തെ എനിക്കിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 5:30 ആകുമ്പോൾ നീച്ചു, പിന്നെ ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും 5:45 കേട്ടോ. ഞാൻ എനിക്ക് വരുമ്പോൾ അമ്പലത്തിൽ പാട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നേരൊക്കെ വെളുത്ത് വരണേ ഉള്ളൂ. ഇപ്പോൾ അമ്പലത്തിൽ പാട്ടും വെച്ചിട്ടുണ്ട്, നേരൊക്കെ നന്നായി വെളുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കിച്ചണിൽ കയറി ചടുപ്പിടുന്നതന്നെ കുറേ പണികളുണ്ട്. ഇന്ന് കുറേ പണികളുണ്ട്. ഇന്ന് മൊത്തം സെറ്റാക്കി കഴിഞ്ഞാൽ നാളെ തൊട്ടിട്ട് ഞാൻ എനിക്ക് പണി കുറച്ച് കുറവായിരിക്കും. കാരണം ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒതുക്കാണ്ട് കുറച്ച് സാധനങ്ങൾ ഒതുക്കി വെക്കാണ്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഇന്നോട്ടിട്ട് ഒരു റുട്ടീനിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ കുറേ പേര് പറയേണ്ടായിരുന്നു. കുറേ പേര് വെച്ചാൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ അറിയാമല്ലോ എത്രത്തോളം കമൻറ്റ് വരുന്നുണ്ടെന്ന്. അതിലൊരു ഭൂരിഭാഗം ഒരു 50% അല്ലെങ്കിൽ 60% ആൾക്കാരും കമൻറ്റ് ഇടുന്നത് ഇനി ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടും, നമ്മുടെ രാവിലത്തെ തേജുവിനെ പറഞ്ഞയക്കുന്നത്, അങ്ങനത്തെ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയാണ്. നമുക്ക് ആദ്യം ഉമ്മർത്ത് പോയി നോക്കാട്ടെ എന്താ പാടുന്ന്. നേരം വെളുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് ഇന്നോട്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ രാവിലത്തെ ഒരു യുദ്ധം. അപ്പോൾ കുറച്ച് ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ കുളിയും കാര്യങ്ങളൊന്നും രാവിലെ തന്നെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. കുറേ പണികളുണ്ടായിരുന്നു. എന്തായാലും രാവിലെ തന്നെ ഉമ്മർത്തൊക്കെ നിന്നിട്ട് നല്ല ഭംഗിയുള്ള ആകാശം കണ്ടിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതേ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. സൂര്യദിശായ നല്ല ഭംഗിയുണ്ടല്ലേ സ്കൈ കാണാൻ. എന്ത് ഭംഗിയുള്ള ആകാശം, നല്ല രസമുണ്ടാണ്. ഞാൻ കിച്ചണിൽ കയറട്ടെ കേട്ടോ. ഇന്നലെ ഇവിടുത്തെ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പ്രാണികൾ വന്ന് കൂടിയിട്ടാ തോന്നുന്നു. കണ്ടോ ഇവിടെ നിലത്തൊക്കെ ദേ ആ പ്രാണികൾ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഫിഷ് ടാങ്കിലും പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടി വരും. അതൊക്കെ ആയിരിക്കും ഒന്ന് കൂടുതൽ പണികൾ ഉണ്ടാവുക. പിന്നെ നേരത്തെ കിച്ചണിൽ കയറി നമ്മുടെ ചോറിനുള്ള വെള്ളാട്ട വെക്കണത്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചോറ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നേരെ തിരിച്ചാണ്. ആദ്യം ചോറ് എന്നിട്ടുള്ളൂ വേറെ എന്തോ പണിയും. പിന്നെ ചായക്ക് എന്തുണ്ടാക്കണമെന്ന് ഞാൻ വലിയ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊടികളൊക്കെ ഏതാ ഉള്ളത് നോക്കുക കേട്ടോ. പുട്ടുണ്ടോ അതോ റവ ഉണ്ടോ, എന്താണ് റവ കുറവാണ്, പക്ഷെ എന്ത് പൊടി ഉള്ളതെന്നാണ് തപ്പിയെടുത്തേക്കണത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ നമ്മുടെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ആട്ട എടുത്തിട്ട് വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ എന്താ പറയുക ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മിക്ക പലചരക്ക് സാധനങ്ങളും ഇന്നലെ തന്നെ നമ്മൾ തേജുവിൻ്റെ സ്കൂൾ വിട്ട് വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ നിന്ന് എന്തൊക്കെയോ തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് വയ്ക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ, സോയാബീനും പപ്പടമൊക്കെ. അപ്പം ഇന്ന് അവന് ഞാൻ സോയാബീൻ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാട്ടോ അതേ പിഴിഞ്ഞ് കളഞ്ഞ് നന്നായി കഴുകിയിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് അതിന് കട്ട് ചെയ്യും, എന്നിട്ട് മസാല പരട്ടിയിട്ട് വറുത്തെടുക്കട്ടെ ചെയ്യാം. പിന്നെ ഞാൻ പപ്പടം കൂടിയും കാച്ചുന്നുണ്ട് കേട്ടോ. അതായത് ചോറിന് അവന് കൊടുത്തയക്കും. പിന്നെ ഇത് അപ്പുറത്തെ സൈഡിൽ കാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം ഞാൻ പപ്പടം കാച്ചി എടുക്കട്ടെ ചെയ്യണത് ആ എണ്ണയിൽ. എന്നിട്ട് ബാക്കി എണ്ണയിൽ നമ്മുടെ സോയാബീൻ വറുത്തെടുക്കുക. അപ്പോൾ തേജുവിന് സ്കൂളിൽ ഞാൻ പറയാറുണ്ട് നോൺ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. മുട്ട ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മീനായിക്കോട്ടെ ഒന്നും പറ്റില്ല. പ്യുവർ വെജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്ത് വിടാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊട്ടാറ്റോ വറുത്തിട്ട് ബ്രിഞ്ചാൾ അതുപോലെ സോയാബീൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഫ്രൈ ചെയ്ത് കൊടുത്തയക്കാറ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊരു 7 മണി 7:30 ഇപ്പോൾ 7:30 ആകുമ്പോഴാട്ടോ അവനെ വിളിക്കാറ് ഉറക്കത്തുനിന്ന്. അപ്പോൾ ദേ നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇന്നലത്തെ ദിവസം വലിയ മടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് മടി പോലെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കർട്ടനൊക്കെ അങ്ങോട്ട് തുറന്നിട്ടു. ഇതാകുമ്പോൾ അവൻ പെട്ടെന്ന് എനിക്ക് വരും, ആ വെയിൽ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോഴേ. അങ്ങനെ അവനെ എടുത്തിട്ട് നേരെ ഉമ്മറത്തേക്ക് പോയിട്ടോ. അവനും അതേ രാവിലെ എനിക്ക് ഞാനിപ്പോൾ ഉമ്മറത്ത് കൊണ്ട് നിർത്തും കുറച്ച് നേരം. അപ്പോൾ പിന്നെ ആ ഉറക്കമപ്പൊക്കെ ഇങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് എൻ്റെ പാടെ തന്നെ കൊണ്ട് ബാത്റൂമിൽ ഇരുത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ വാശി പിടിക്കും. അപ്പോൾ ഒന്ന് അവൻ ഓക്കെ ആക്കാൻ വേണ്ടി കുറച്ച് നേരം ഉമ്മറത്തൊക്കെ പോയി നിന്ന് നേരെ ബാത്റൂമിൽ കൊണ്ടിരുത്തിയിട്ടാ. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കറി കുമ്പളങ്ങയും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കറി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ചട്നി ഉണ്ട് ദോശയുടെ, ഇതിൽ കാപ്പി ഉണ്ട്, ചോറ് വറക്കാൻ വെച്ചേക്കാണ്, ഇതിൽ മുതിരപ്പേരി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സോയാബീൻ വറുത്തത്, വറുത്തുണ്ട്. പിന്നെ ഇതിൽ പപ്പടം. അപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട്. പിന്നെ അതേ ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. തേജുവിൻ്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും ദോശ കരിഞ്ഞു ഗൈസ്, കുറച്ച് കേട്ടോ. അങ്ങനെ ദോശയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒക്കെ ആയേക്കണം കേട്ടോ. നേരം വൈകിയോണ്ട് തന്നെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണം. ഇതിന് മൂടി വെക്കണം.
പിന്നെ ഇവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാണ്ട്, അതുപോലെ ഇതേ കുറച്ചും കൂടി പാത്രം കഴുകാണ്ട്, അതും കൂടി കഴുകി കഴിഞ്ഞാൽ കിച്ചണിലെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്കുള്ള പണി തേജ് പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കാണ്ട് കേട്ടോ ഇരിക്കണത്. പിന്നെ അടിച്ചുവരെ തുടയ്ക്കുക, ആ റൂമിൽ കുറേ തുണികളും മടക്കാണ്ട്. ഇതൊക്കെയാണ് ഇന്ന് രാവിലെ തുടക്കുന്ന തീർക്കേണ്ട പണികൾ. അപ്പോൾ ഞാൻ തേജുൻ്റെ അടുത്തേക്ക് പോട്ടെ. പിന്നെ പെട്ടെന്ന് തന്നെ ഇതേ തേജുട്ടനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു, പല്ലേപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ വന്ന് അമ്പാട്ടീനെ തൊഴുതിട്ടുണ്ട്. പിന്നെ വിളക്കുളത്തിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ കുളി കഴിയാത്തതുകൊണ്ട് ഞാൻ കൊളത്താൻ പറ്റില്ല. അപ്പോൾ വിൻചേട്ടനായിരിക്കും കൊളത്തുന്നുണ്ടാവുക എന്നിട്ട്. അപ്പോൾ ഇതേ ദോശയും ചട്നിയും കൂടിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അവന് ഗോതമ്പ് ദോശ വലിയ താല്പര്യമില്ല കേട്ടോ, മറ്റേ ദോശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് അവന് സ്നാക്സ് കൊണ്ടുപോകാനാട്ടാ ഞാൻ ബ്രെഡ് നെയ്യിലിട്ടിട്ട് പൊരിച്ചു കൊടുക്കുക ചെയ്യണത്. ഇതവന് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 4 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് കൂട്ടാ, ചോറിന് ഞാൻ അവന് കറി ആക്കില്ലേ. പിന്നെ ചോറിന് കറി വെക്കണില്ല, അവൻ ചിലപ്പോൾ കറി കൂട്ടില്ല, കളയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉപ്പേരിയും പിന്നെ നമ്മുടെ സോയാബീൻ വറുത്തതും പപ്പടം ആക്കണുള്ളൂ കേട്ടോ. കറി ആക്കണില്ല. കറി കൊണ്ടുപോയി അവൻ കഴിക്കാറില്ല, വെറുതെ കളയുക ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാട്ടെ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം പാത്രത്തിലാക്കിയതിന് ശേഷം ഇത് നേരെ അവൻ്റെ ബാഗിൽ വെച്ചു വിട്ടു. അപ്പം ഇന്നലെ തന്നെ നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒക്കെ ഇന്നലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ടിഫിൻ ബോക്സ് വെക്കുമ്പോൾ പൗച്ച് എന്തോ ഇറുകിയിരിക്കണ പോലെ തോന്നിയിട്ട്, അപ്പോൾ പൗച്ചും അവൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്തെ സിബിലേക്ക് കയറ്റി വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഇത് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തിരിക്കണ പോലെ തോന്നുമ്പോൾ നമ്മളങ്ങനെ കുത്തി നിറച്ച് വെക്കില്ലേ ബാഗിൽ, ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണത്. പിന്നെ അവനതേ ഡ്രസ്സ് മാറ്റിക്കാൻ നോക്കട്ടെ. അതിനൊക്കെ മുന്നേ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേ വിരിച്ചിട്ട് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതില്ല എന്താ പറയുക കംഫർട്ടർ, ഇത് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക ചെയ്യാൻ, വീട്ടിൽ വാഷ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലല്ലേ, മസ്റ്റായിട്ടുള്ള സാധനമാണ്. പിന്നെ ദേവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. നമ്മുടെ തേജപ്പൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള എല്ലാവർക്കുള്ള യൂണിഫോമാണ് കേട്ടോ ഇത്. LKG UKG ഒക്കെ അവന് വേറെ യൂണിഫോം ആയിരുന്നു, പക്ഷെ അവന് ഈ ഒരു യൂണിഫോം തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. വേറെ ഒന്നല്ല, ട്രൗസറും മനേനും ഇട്ടിട്ട് ഇങ്ങനെ ബെൽറ്റും ഇതൊക്കെ ഇടുമ്പോൾ അവന് ഭയങ്കര വിമ്മിഷ്ടം പോലെ, അവന് ഒട്ടും കംഫർട്ട് അല്ലത്. കാരണം ബെൽറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കണു, നമ്മുടെ ട്രൗസറിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ഇൻസൈഡ് ചെയ്ത് കൊടുക്കില്ല, അപ്പോൾ അത് ചുളിഞ്ഞ് പൊങ്ങി വരണു. അങ്ങനെ കുറേ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ മുഖത്ത് വാട്ടം. പഠിക്കാൻ പോകാനുള്ള മടി കാരണമല്ല, യൂണിഫോം ഒരു പെർസെൻറ്റേജ് പോലും കുട്ടിക്ക് തൃപ്തിയല്ല കേട്ടോ. അതാണ് വിറ്റ്. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡേ കൊണ്ടാക്കുമ്പോഴും അതേ കേട്ടോ, അവന് മുഖത്തൊരു തെളിച്ചം കണ്ടില്ലല്ലോ. അത് പൂവ് ഇഷ്ടമില്ല കഴിഞ്ഞിട്ടല്ല, യൂണിഫോം ഇഷ്ടമില്ല കഴിഞ്ഞിട്ടാണ് കേട്ടോ. അവൻ അങ്ങനത്തെ ഒരു ശീലക്കേടുണ്ട്. എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുത്തുന്നു ഇവിടെ കുത്തുന്നു. ഇതിപ്പോൾ കണ്ട കോളർ ഇവിടെ കുത്തുണ്ട്, അങ്ങനെ ഒരു കംഫർട്ട് ഇല്ലായക, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അവന്. അങ്ങനെ തേജു പോയിട്ടാ, തേജു ക്ലാസ്സിക്ക് പോയി. കുഴപ്പമൊന്നുമില്ല, യൂണിഫോം അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു വൈക്ലബ് ഉണ്ട് മുഖത്ത്. സ്കൂളിൽ പോകാൻ മടിയൊന്നും കാട്ടണില്ല, പക്ഷെ യൂണിഫോം ഇടുമ്പോൾ ഇവിടെ കുത്തുണ്ട് അവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പോയിട്ടുണ്ട്. ഇനി എനിക്ക് കുറേ പണിയുണ്ട് കേട്ടോ. കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്, ഇന്നലെ വാങ്ങിയ സാധനങ്ങൾ ഒതുക്കി വെക്കാണ്ട്, ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അവിടെ തുണികൾ കുറേ മടക്കി വെക്കാണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെച്ച് റെഡിയാക്കണം. അപ്പോൾ പിന്നെ നാളെ തൊട്ട് എനിക്ക് ഭയങ്കര പണി കുറവും. അന്നത്തെ ചെയ്താൽ മതി. കൂട്ടി വെച്ചതുണ്ട് കുറച്ച്. വെക്കേഷൻ ആയതുകൊണ്ട് തേജിലേക്ക് മടി എനിക്കുണ്ടായിരുന്നു കേട്ടോ ഈ 2 മാസം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇനിയൊക്കെ ഇതാക്കണം. അപ്പം ഇനി ഞാൻ വേഗം ചായ കുടിക്കട്ടെ, നല്ല വിശക്കുണ്ട്. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ എന്താ പറയുക, രാവിലെ നേരത്തെ ചായ കുടിച്ചിട്ട് ഇപ്പം എനിക്ക് 8:30-9 മണിയാകുമ്പോഴേക്കും ഞാൻ ചായ കുടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കഴിച്ചത്. പക്ഷെ പയ്യെ ഈ ശീലം മാറും. ഇനി പഴയ പോലെ 10-11 മണി, അത് നടന്നുകൊണ്ട് എൻ്റെ മുന്നത്തെ സമയം രാവിലത്തെ ഒരു ചായ കൂടറേ. അപ്പോൾ അതിലേക്ക് എത്തും. ഇന്നിപ്പോൾ വിശപ്പ് കാരണം എടുത്ത് കഴിച്ചതാട്ടോ. ഇനി കുറേ കഴിഞ്ഞാൽ ഞാൻ പണികൾ കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചായ കുടിക്കാതിരിക്കുള്ളൂ. അത് ആ ഒരു സമയമാവും, 10-11 മണിയാവുമേ. പിന്നെ ഇവിടെ നമ്മുടെ അപ്പുറത്തെ തേക്കില്ലേ വലിയ മരം, അത് അവിടെ ആ ചേട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മഴയ്ക്കല്ലേ, അപ്പം ഇങ്ങോട്ട് നമ്മുടെ എടുത്ത് ും മറയും. അപ്പോൾ വണ്ടി ഷീറ്റൊക്കെ ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പുറത്തെ പറമ്പിൽ അവർ ഇതേ തേക്കൊക്കെ നമുക്ക് വെട്ടി തരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ കരടും എല്ലാതും ഇവിടെ ഇവിടേക്ക് തന്നെയാണ് വീണത്. അപ്പോൾ അതൊക്കെ അവർ വെട്ടി സെറ്റാക്കി തരുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിട്ടു കേട്ടോ, അവരും മരം മുറിക്കില്ല. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തുണികൾ കുറേ മടക്കാണ്ട്, ഇതൊരു 3 ദിവസത്തെ തുണികളുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ പറഞ്ഞാൽ മെയിനായിട്ട് തേജുവിൻ്റെ ഡ്രസ്സാണ്. കുഞ്ഞു കുറുമി ട്രൗസർ റോളില്ലേ, സോറി കുറുമിയല്ല, കുറുങ്ങി ട്രൗസർ മനോളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു വിൻചേട്ടൻ ഇതേ എല്ലാം കഴിഞ്ഞ് വിൻചേട്ടനും ഇതേ ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മരം ആദ്യം ചില്ലൊക്കെ വെട്ടിയിട്ടാണ് അവർ മരം മുറിച്ചു തുടങ്ങണത്. പിന്നെ ഞാൻ വീണ്ടും ഇതേ അടുത്ത മടക്കലിലേക്ക് എത്തി. അതായത് ഇപ്പോൾ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയോ, ആ റൂമിലും നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ കിടക്കുന്ന റൂമിലാണ് വെക്കുക. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ട് മടക്കി വെക്കാൻ പോയതാണ്. പിന്നെ നമ്മുടെ ഈ റൂമിൽ എല്ലാം മടക്കി വെച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു ഉള്ളുവിളി, വേറെ ഒന്നല്ല ഈ റൂമൊന്ന് ക്ലീൻ ആക്കാട്ടാ. ഇത് ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ, എനിക്ക് അപ്പം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതേ
ബെഡൊക്കെ തിരിച്ചിട്ട് നമ്മുടെ കട്ടിലും ബെഡൊക്കെ തിരിച്ചിട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെയല്ല കിടന്നിരുന്നത്, അത് ഇങ്ങോട്ട് തിരിച്ചിട്ടു. അടുത്ത പ്രാവശ്യം ഞാനത് അപ്പുറത്തെ സൈഡിൽ കൊണ്ടിടും, അതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ അതെല്ലാം കുടഞ്ഞ് വിരിച്ച് ബെഡ്ഷീറ്റ് മാറ്റി മൊത്തത്തിൽ ആ റൂമൊന്ന് പൊടി തട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അത് എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ വെക്കാൻ തോന്നിയപ്പോഴാട്ടെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. ഒന്ന് അടിച്ചോരി ക്ലീൻ ആക്കി. അങ്ങനെ ഇതേ നമ്മുടെ കുഞ്ഞു റൂമാട്ടോ, ഈ റൂം നമ്മുടെ ഏറ്റവും കുഞ്ഞു റൂമാണ്. അപ്പോൾ അതുള്ളത് നമ്മളിത് നീറ്റാക്കി എപ്പോഴും ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒതുക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബെഡൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാലാണ് എനിക്കൊരു തൃപ്തി ആവാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട പിന്നെ ഒരു മാസത്തേക്കുള്ള തൃപ്തിക്കുള്ളതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ആക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റൂമാണ് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തത്. അങ്ങനെ ഫ്രിഡ്ജും തുടച്ച് മൊത്തം വൃത്തിയാക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒക്കെ രാവിലെ എനിക്ക് പെട്ടെന്ന് ചെയ്യല്ലേ പണികൾ, അതുകൊണ്ട് ഇതിലേക്കൊന്നും കയ്യെത്തില്ല. അപ്പോൾ പിന്നെ ഇത് മൊത്തം അങ്ങോട്ട് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യാട്ടോ. അപ്പോൾ അവിടെ മരം മൂന്ന് നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. പിന്നെ ഉണ്ടല്ലോ ബോക്സോട് കഴുകി, ഇനി ബോക്സോടുള്ള പച്ചക്കറി ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. മറ്റേത് അന്നേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വാങ്ങിയിരുന്നുള്ളൂ. ഇനി സ്കൂൾ ഓപ്പൺ ആയാലാണ് ഞാൻ സ്റ്റോക്ക് കൂടുതൽ വെക്കില്ലാതും. അപ്പോൾ ഇന്ന് നാളെയായിട്ട് അത് വാങ്ങണം. എന്തായാലും നമുക്ക് ബോക്സ് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി ഇതിലേക്ക് ഒതുക്കിയെടുത്ത് വെക്കുകയല്ലേ വേണ്ടു, ബാക്കി ക്ലീൻ ആക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാതും സ്റ്റോക്ക് വെക്കും ഞാൻ, പ്രത്യേകിച്ച് ഇങ്ങനെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റോക്ക് വെക്കും കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾക്ക് ഇവർക്ക് രാവിലെ പോണ കാരണം എല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ എല്ലാ സാധനങ്ങളും പലചരക്കായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒക്കെ ഞാൻ പരമാവധി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നോക്കട്ടെ. വീട്ടിൽ വെക്കേഷൻ്റെ ആ ഒരു സമയത്ത് ഇതൊന്നുമില്ല കേട്ടോ. എന്താണോ വേണ്ടത് ചപ്പള വാങ്ങുള്ളൂ, ഇങ്ങനെ തലേ ദിവസം അല്ലെങ്കിൽ അപ്പളേ പോയി വാങ്ങുക, അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി തൊട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി പാത്രത്തിലേക്ക് മാറ്റണം. കുറേ നമ്മുടെ ചെപ്പിലേക്ക് മാറ്റാണ്ട്, ചിലത് ഓൾറെഡി ഉള്ള സാധനങ്ങളാണ്, എന്നാലും കൂടി ഞാൻ ഓരോ പാക്കറ്റ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മാറ്റിയിട്ട് ഞാൻ അപ്പുറത്ത് കബോർഡിൽ കൊണ്ടുവയ്ക്കട്ടെ ചെയ്യാം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ കടല, മുതിര, ഗ്രീൻ പീസ് അങ്ങനത്തെ പയറുവർഗ്ഗങ്ങളില്ലേ, അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അത് ഫ്രീസറിൽ എയർ കെടുക്കാത്ത രീതിയിൽ ഒന്നെങ്കിൽ വല്ല ചെപ്പിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു കവറിൽ തന്നെ ടൈറ്റിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഫ്രീസറിൽ വെക്കേ. നമ്മൾ പുറത്ത് പാത്രത്തിലാക്കി വെക്കില്ലേ, അത് കുറേ ബൾക്കാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മറ്റേ കുറിഞ്ചാത്തം വന്നിട്ട് കേടായി പോവും. അപ്പം ഞാൻ ചെയ്യണത് അത്യാവശ്യം യൂസ് ചെയ്യേണ്ടത് മാത്രം ഇവിടെ വെക്കും. ഉഴുന്ന്, പരിപ്പ്, പയർ, കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ളത് മാത്രമേ ഞാൻ പുറത്ത് വെക്കും. ബാക്കിയെല്ലാം ഞാൻ ഒരു ചെപ്പിലോ അല്ലെങ്കിൽ ഒരു കവറിൽ ഇങ്ങനെ എയർ കെടുക്കാത്ത രീതിയിൽ കെട്ടിയിട്ട് നേരെ ഫ്രീസറിലാട്ട വെക്കുക. ഫ്രീസറിൽ വെക്കുമ്പോൾ കംപ്ലൈൻറ്റ് ആവില്ല. അത്യാവശ്യം കുറേ നാൾ ഇരിക്കും. പുറത്ത് വെക്കണേക്കാം ബെറ്ററാണ് ഫ്രീസറിൽ വെക്കണത് കേട്ടോ. ഫ്രീസറിൽ വെക്കണേ. പിന്നെ ഞാൻ നമ്മുടെ തേജുവിൻ്റെ പാപ്പ വെക്കണ ഷെൽഫാണ് കേട്ടോ ഇത്. ഇതിൽ ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്തിട്ട് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അവൻ കഴിച്ചിട്ട് തോന്നുന്നു കേട്ടോ ഓരോ ഇതിൻ്റെ കവറും ഇതിൽ തന്നെ കുറേ എടുക്കുന്നത് കാണാണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊരു വേസ്റ്റിലേക്ക് പറക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ ചേച്ചിമാർ കൊണ്ടുപോകുമല്ലോ, അപ്പോൾ അവർക്കുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിലാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു. ഷെൽഫ് ഒതുക്കണതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വെച്ചേൻ്റെയും നമ്മൾ കഴിച്ചേൻ്റെയും ആ പാത്രങ്ങളൊക്കെ അതേ കഴുകി വൃത്തിയാക്കി നമ്മുടെ കൊട്ടത്തളം അതേ ക്ലീൻ ആക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു കൊട്ടത്തളം വീട് പണിയുന്നവരുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. നമുക്ക് വെള്ളം തെറിച്ച് വൃത്തികേടായി പോവില്ല, കുറച്ച് വലിയൊരു സ്പേസിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഉണ്ടല്ലോ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഞാനവിടെ ക്ലീൻ ആക്കുമ്പോൾ കൂമ്പാരം തുണികൾ ഞാൻ കൂട്ടിയിട്ട് ഇടുന്നില്ലേ, അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ശേഷം അത് തോരടാനായിട്ടാണ് പോയിക്കണത്. അത് തോരട്ട് വന്നതിന് ശേഷമായിട്ടാണ് ഞാൻ അടിച്ചോരണത്. തോരടുന്ന വീഡിയോ എടുക്കാഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. ഇനി ട്രൈപ്പോഡും പൊക്കി പിടിച്ച് മുറ്റത്ത് കൂടെ നടക്കേണ്ടി വരും. മടിയായിട്ട് എത്ര നേരം ഇതൊക്കെ ചെയ്തിട്ടേ മടി പിടിച്ചിട്ട് അങ്ങനെ അവിടെ കൊണ്ടിട്ടതാണ്. പിന്നെ എന്താ പറയുക, അടിച്ചൊരു തുടയ്ക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒരുവിധം കിച്ചൺ ആയിക്കോട്ടെ, കിച്ചണോ റൂമും ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കിടക്കുന്ന റൂം ഇതിൻ്റെ ഇടയിൽ ഞാൻ ജനലേക്കൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ചില സമയത്തേക്ക് വീഡിയോ എടുക്കാൻ മൂഡ് ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഞാൻ തിരിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഈ വീഡിയോ ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ചിലതൊന്നും അത് കുഴപ്പമില്ല എടുക്കണ്ട അങ്ങനെയൊക്കെ തോന്നിയിട്ടേ അങ്ങനെ ഒരു ഇതിലപ്പോൾ എടുക്കണേ. അങ്ങനെ ഇത്രയും പൊടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. പിന്നെ ഞാൻ വേഗം തുടച്ചു കേട്ടോ. ഇനി തുടയും കൂടിയും കഴിഞ്ഞാൽ ഭയങ്കര സെറ്റായി. പിന്നെ ഞാൻ റൂം സ്പ്രേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. റൂം സ്പ്രേ ഫുൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നല്ല സ്മെല്ലാട്ടോ. പിന്നെ നമ്മുടെ സാമ്പ്രാണി അതും കൂടി കത്തിച്ച് വെക്കൂട്ടോ ഇതെല്ലാം കഴിഞ്ഞാൽ. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കഴിഞ്ഞ വെച്ചാൽ അടിച്ചു കൊണ്ട് തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് സമയം 12:30 കഴിഞ്ഞു കേട്ടോ. ഉച്ചയാവാറായി. അപ്പോൾ ഇന്നുള്ളൂ കേട്ടോ ഇങ്ങനെ പണി. നാളെ ഇട്ടിട്ടൊക്കെ ഇനി ചെറുതായിട്ടുണ്ടാവുള്ളൂ. രാവിലെ അടിച്ചൊരു തുടക്കലല്ലേ ലാസ്റ്റിക്ക് ഉണ്ടാവുള്ളൂ. ഇന്നെന്താ വെച്ചാൽ തുണികളൊക്കെ ഞാൻ കുറേ ദിവസത്തെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് മടക്കി വയ്ക്കാണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ
ഞാൻ പറഞ്ഞില്ല ഇന്നലെ സാധനങ്ങൾ വാങ്ങിയത്. പിന്നെ പ്രതീക്ഷിക്കാണ്ടാണ് ആ റൂമൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബെഡൊക്കെ തിരിച്ചിട്ടത്. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൻ്റെ കബോർഡുകളൊന്നും വൃത്തിയാക്കിയിട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നേരമായത്. അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. അപ്പം എന്തായാലും ചെയ്യല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിച്ചങ്ങോട്ട് ചെയ്തു. അപ്പം ഇനി ഞാൻ വേഗം കുളിച്ച് വരട്ടെ. ഉച്ചക്കുളിയാണ് ഇന്ന്. പനി വരുമെന്നൊന്നും അറിയില്ല, പക്ഷെ കുളിക്കണം, തലക്ക് ആഘോഷിച്ചേക്കണം. അപ്പോൾ കുളിച്ച് വന്നിട്ട് വിശക്കുണ്ട്, ചോറുണ്ണണം. അതന്നെ കേട്ടോ പണി. അപ്പം ഞാൻ വേഗം കുളിക്കട്ടെ. ഈ വെള്ളമൊക്കെ മാറ്റാണ്ട് ഇനിയുള്ള പണികളെന്ന് പറഞ്ഞ് വെള്ളം മാറ്റുക. പിന്നെ കുറച്ചും കൂടി തുണികൾ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മടക്കിക്കാണ്ട് കുറച്ചില്ല 4-5 എണ്ണം. അപ്പോൾ അതല്ലോ തന്നെ ഞാൻ കുളിച്ചിട്ട് വരെ. പിന്നെ ഞാൻ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. അതേ മുതിരപ്പേരിയും കറിയും നമ്മുടെ സോയാബീൻ വറുത്തതും കൂടി ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട്. ഇന്നിപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, ഈ ഒരു തിരക്ക് കാരണം. അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തേജ് വരും, അത് വേറെ കാര്യം. ഞാനൊന്നിങ്ങനെ ഇരുന്ന് നിവർന്നിരിക്കുമ്പോഴേക്കും തേജ് ഏകദേശം വരും. അവിടെയും കൂടി മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഫുൾ ഡേ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പം തന്നെ അത്യാവശ്യം ആയിട്ടുണ്ടാവും വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ വേറൊരു ദിവസം ഫുൾ ഡേ എടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.